Assalamualaikum friends. ഇന്ന് ഞാൻ ഫിഷ് മോളി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തുള്ള 250 ഗ്രാം നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നെയ്മീൻ എടുത്തിട്ടുള്ള ഒരു 1/4 കിലോ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മീനൊക്കെ ഒരു 10 മിനിറ്റ് ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റിന് ശേഷം ഞാൻ ഈ മീനിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്യുമ്പോൾ വല്ലാണ്ട് മുരിഞ്ഞു പോകണ്ട. അപ്പോൾ ഇതൊന്ന് വല്ലാണ്ട് ഫ്രൈ ആയി പോകണ്ട, ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ മീൻ ഒന്ന് ചെറിയ രീതിയിൽ 2 സൈഡൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡൊന്ന് മുരിച്ചെടുക്കാം. അങ്ങനെ നമ്മളിത് മുരിച്ചതിന് ശേഷം അത് കോരി മാറ്റുന്നുണ്ട്. ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മീൻ ഇതിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ഉണ്ട്, അതിട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒന്ന് റോസ്മെല്ല് പോയതിന് ശേഷം നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയിട്ട് അതൊന്ന് റോസ്മെല്ല് പോയതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞതാണ് അതിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള വഴറ്റുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ചെറിയ തക്കാളി മതി കേട്ടോ, അധികം വലുത് വേണ്ട, ചെറുതായി ഒന്ന് കട്ട് ചെയ്തതാണ്. അതും കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു നുള്ള് പെപ്പർ ഇട്ട് കൊടുക്കുക. അത് എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഓൾറെഡി പച്ചമുളക് ഇട്ടതാണ്, അപ്പോൾ നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അതിന് ശേഷം വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മീൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2-ാം പാൽ ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കപ്പ് 2-ാം പാൽ എടുത്തിട്ടുണ്ട്. അതിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മീൻ ഓൾറെഡി വെന്തതാണ്, എന്നാലും ഒന്ന് ആ ഒരു മീനിൽ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. പിന്നെ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി വരണം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി ഒന്ന് ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. കണ്ടപ്പോൾ ഒന്ന് തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് വറ്റി വന്നതിന് ശേഷം 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കുക. അതും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 തിള വന്നതിന് ശേഷം ഓഫ് ചെയ്യുക കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പുളിക്ക് ഒഴിക്കുന്നത് ലെമൺ ജ്യൂസാണ്. ഒരു 1.5 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, അത് 1 ടീസ്പൂൺ ആദ്യം ഒഴിക്കുക. എന്നിട്ട് പുളി വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അതല്ലെങ്കിൽ വിനീഗർ ഒഴിക്കണമെങ്കിൽ വിനീഗർ ഒഴിക്കാം. അത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒഴിച്ചാൽ മതിയാവും. അത് നിങ്ങൾ കുറച്ച് ഒഴിച്ചിട്ട് പുളി നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി തൂങ്ങിയിട്ട് നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും നല്ല തിക്കായി വരും കേട്ടോ. ചൂടാറും തോറും നല്ല തിക്കാവും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ഇനി ഫ്രഷ് കോക്കനട്ട് കൂടെ ഇല്ലെങ്കിൽ കിട്ടാനില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്താലും മതി കേട്ടോ. ആദ്യം ലൂസാക്കി എടുത്തിട്ട് പിന്നെ നല്ല തിക്ക് പാലായിട്ട് എടുത്ത് ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.